പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി 6ാം ക്ലാസ് വിദ്യാർത്ഥി. കോഴിക്കോട് കൈതപ്പൊയിൽ MES സ്കൂളിലെ ഫാത്തിമ അജ്മിയാണ് പ്രിയങ്കയ്ക്ക് പരിഭാഷകയായത്. സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു പ്രിയങ്ക ഗാന്ധി. പ്രസംഗം പരിഭാഷപ്പെടുത്തിയ മിടുക്കിയെ പ്രിയങ്ക ഗാന്ധി അഭിനന്ദിക്കുകയും ചെയ്തു. ആദ്യം പ്രിയങ്കയുടെ പ്രസംഗത്തിന്റെയും ഫാത്തിമയുടെ പരിഭാഷയുടെയും ചില ഭാഗങ്ങൾ കാണാം. Thank you very much for inviting me here today. It's been an honor to be with you. Has worked to create a strong and solid framework of education across the state and become one of the largest such institutions in our nation. ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടാണ്. സർ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. It's your silver jubilee, so 25 years. Thank you for correcting me. ഇത് നമ്മളുടെ സിൽവർ ജൂബിലി ആണ്. എന്നെ കറക്റ്റ് ചെയ്തതിന് നന്ദിയുണ്ട്. So from when your school first started here 25 years ago to now, when you have 880 students coming here, not just from the nearby areas but from areas beyond. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും ഒരു കുഞ്ഞു പരിഭാഷകയുടെ ദൃശ്യങ്ങൾ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും ഒരുപാട് സന്തോഷത്തോടെയാണ് പ്രതികരിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും രുചീഷ്, ഇന്നലെ വൈകുന്നേരമായിരുന്നു തിരുവമ്പാടിയിലെ കൈതപ്പൊയിൽ MES ഫാത്തിമ റഹീം സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം. ഈ ആഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി ഏറെക്കുറെ 7 മിനിറ്റോളമാണ് പ്രസംഗിച്ചത്. അത് പൂർണ്ണമായും കൃത്യമായി അതിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് ഫാത്തിമ അജ്മി. വേണമെങ്കിൽ നമുക്ക് പ്രിയങ്ക ഗാന്ധിയേക്കാൾ കൂടുതൽ ഇന്നലെ ആ വേദിയിൽ ആ സദസ്സിൽ താരമായി മാറിയത് 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഫാത്തിമ അജ്മിയാണ് എന്നുള്ളതാണ്. ഈ വളരെ പ്രസംഗം കൃത്യമായി പരിഭാഷപ്പെടുത്തി തന്നെ പ്രിയങ്ക ഗാന്ധി വളരെ സന്തോഷത്തിലായിരുന്നു. അവർ ഈ പ്രസംഗത്തിന് ശേഷം ആ കുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. അവിടെ കുട്ടികളിൽ ഈ മാനസിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന്റെ ഒക്കെ പ്രാധാന്യമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. അതെല്ലാം വളരെ കൃത്യമായി തന്നെ ആ കുട്ടി പരിഭാഷക പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ അധ്യാപകരുമായി സംസാരിച്ചിരുന്നു. ഏറ്റവും മിടുക്കിയാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് ഫാത്തിമ അജ്മി. സാധാരണ നമ്മൾ ഈ പരിഭാഷകരൊക്കെ മുതിർന്ന ആളുകൾ തന്നെ പരിഭാഷ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഭാഷ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ സമയത്ത് അത് വൃത്തിയായി തന്നെ ചെയ്യുക എന്നത് ഒരു കഴിവാണ്. അത് ഒരു 6ാം ക്ലാസ്സുകാരി അത് ചെയ്തതിലാണ് ആ അഭിനന്ദനം പ്രിയങ്ക ഗാന്ധി നൽകുന്നത്. തീർച്ചയായും രുചി, കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാഷ്ട്രീയ വേദികളിൽ പലപ്പോഴും ദേശീയ നേതാക്കളൊക്കെ വരുന്ന സമയത്ത് പരിഭാഷപ്പെടുത്തുന്ന ആളുകൾക്ക് അബദ്ധം പറ്റുന്നതൊക്കെ നമ്മൾ പലതും കണ്ടതാണ്. പക്ഷേ രുചി പറഞ്ഞ പോലെ അത്തരം തപ്പിത്തടയലുകൾ ഒന്നും തന്നെ ഇല്ലാതെ, അത് മാത്രമല്ല ഒരു ഇംഗ്ലീഷ് പ്രസംഗം അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല അത് കൃത്യമായി ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൃത്യമായി ആ കുട്ടി ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ, പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ കയ്യടി ആ പരിഭാഷയ്ക്ക് കൂടി ഉണ്ടായിരുന്നതാണ്. അത് തന്നെ പ്രിയങ്ക ഗാന്ധി അഭിനന്ദിച്ചു, അധ്യാപകർ അവിടെ ആ കുട്ടിയെ അഭിനന്ദിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ കുട്ടിക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത തന്നെയാണ് ആ ചടങ്ങിൽ കിട്ടിയത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ അടിവാരം സ്വദേശിയായിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള അടിവാരം സ്വദേശിയായിട്ടുള്ള കാഞ്ഞിരക്കുന്നിൽ മുഹമ്മദ് ഇസാറിന്റെയും നെസ്ലിയുടെയും മകളാണ് ഫാത്തിമ അജ്മി. ശരി പ്രസാദ്, എന്തായാലും പരിപാടി സ്കൂളിന്റെ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം